എന്തിനാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചോദിക്കുന്ന വഹാബിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. പച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്. കുല്ലുഹും അജ്മഉൻ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രവാചക സ്നേഹികളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കൂട്ടക്കരച്ചിലാണ്. ഓരോ മുസ്ലിയാരും ഓരോ രീതിയിലാണ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൃത്യമായവർക്ക് ഒരു തെളിവുമില്ല. പിന്നെ എന്താണ്, എതിരാളികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതേ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തെളിവൊന്നും കിട്ടാതെ ജദുബിന്റെ ഹാലിൽ പോയ ഒരു മജ്ദൂബിന്റെ സംസാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നല്ല ഇസ്തിരിട്ട ഡ്രസ് ഇട്ട് വടിവത്ത രീതിയിൽ കള്ളത്തരം പറയുന്ന രംഗം നമുക്കൊന്ന് കാണാം. എന്തിനാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നത്? എന്തിനാണ് ഈ മാസം റബീഉൽ അവ്വൽ വന്നിട്ട് ഇത്ര സന്തോഷിക്കുന്നത്? എന്തിനാണ് സ്വലാത്ത് പറയുന്നത്? എന്തിനാണ് മൗലിദ് ഓതുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയിരുന്നാ പോരെ? ഇത്രയൊക്കെ സന്തോഷിച്ച് എന്ത് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചോദിക്കുന്ന വഹാബിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ആടെ നിൽക്ക്. എന്റെ ഉസ്താദിനെ കുറിച്ച് ഞങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ച കളവായിരിക്കും. വിശദീകരിച്ചത് ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. സുമ്മ വല്ലാഹി പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. നീ ഇവിടെ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. അതിന് മുമ്പേ നീ പറഞ്ഞതൊക്കെ എന്താണ്? പച്ച നുണയല്ലേ? പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞു. പ്രവാചകനെ സ്നേഹിക്കണ്ട എന്ന് മുജാഹിദുകൾ പറഞ്ഞു. റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കണ്ട എന്ന് മുജാഹിദുകൾ പറഞ്ഞു. പറഞ്ഞോടാ ഖുറാഫി, എന്തിനാണ് ഇങ്ങനെ വന്ന് കളവ് പറയുന്നത്? കളവ് പറയുന്നവന്റെ അടുക്കൽ മലക്കുകൾ അടുക്കൂല. കാത്തിരക്ഷിക്കട്ടെ. എന്താ കാരണം? ഇവൻ പറയുന്ന കളവിന്റെ നാറ്റം കൊണ്ട് അവന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും അടുത്തു വരൂല. സന്തോഷായോ? നിനക്ക് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഒരു തെളിവും കിട്ടുന്നില്ല എന്നതുകൊണ്ട് നീ ഇങ്ങനെ കളവ് പറയുകയാണോ എതിരാളികൾക്ക് നേരെ? ഉസ്താദിന്റേതാണല്ലോ ശിഷ്യൻ, പിന്നെ അങ്ങനെ ആകാതിരിക്കില്ലല്ലോ. പണ്ട് മുസ്ലിയാക്കന്മാർ പള്ളി ദർസിലും വയലുകളിലുമായിരുന്നു ഈ രീതിയിൽ കള്ളത്തരം പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ രീതിയിൽ പച്ച കളവ് പറയണമെന്നുണ്ടെങ്കിൽ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതെ, തൊലിക്കട്ടിയൊന്നും പോരാ. ഉടുപ്പില്ലേ ഖുറാഫി? സന്തോഷായോ? നിങ്ങൾ എത്ര പറഞ്ഞാലും നമ്മൾ നിങ്ങളെ ഭാഗത്തേക്ക് വരൂല. നീ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ വേണ്ടി പാടില്ല. വരണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? പ്രവാചകന്റെ സഹാബാക്കൾ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ താൻ സ്നേഹിക്കാൻ തയ്യാറാണ് എങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പെർമിഷൻ ഉള്ളൂ. അല്ലാത്തതൊക്കെ അവിടെ തന്നെ മതി. ഇങ്ങോട്ടേക്ക് വരരുത്, ഇങ്ങോട്ടേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് കണ്ടതും കേട്ടതൊക്കെ ദീനാണെന്ന് പറഞ്ഞ് ചെയ്യാനുള്ള സ്ഥലമല്ല സലഫിയാദ്. അത് നിങ്ങളെ ഖുറാഫി കുബൂരിസത്തിൽ മാത്രം വെച്ചാൽ മതി. നിനക്ക് പറ്റിയ സ്ഥലമാണ് കാരന്തൂർ സർക്കസ് കൂടാരം. അവിടെ തന്നെ താൻ ഇരുന്നാൽ മതി. ഉസ്താദിന്റെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന പുസ്തകം തിരിച്ചും മറിച്ചും ഒക്കെ വായിച്ച് അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇങ്ങോട്ടേക്ക് വരരുത്. സന്തോഷായോ? ചെറുപ്പക്കാരോട് എനിക്ക് സ്നേഹത്തോട് പറയാനുള്ളത്, നിങ്ങളെ മനസ്സിൽ ഹബീബായ തങ്ങളെ മഹബത്ത് വരുന്നുണ്ടോ? ആ ഒരു സ്നേഹം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗലിദുകൾ ഓദിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മഹത്വം പറഞ്ഞിട്ടില്ലാത്ത ഒരു മാസത്തിന് ഒരു തീയതിക്ക് പ്രത്യേകത പറഞ്ഞുകൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വവും ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ആഘോഷമാണ് എന്ന രീതിയിൽ നിങ്ങൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പ്രവാചക സ്നേഹമല്ല, പ്രവാചകന് എതിര് പ്രവർത്തിക്കുകയാണ്. കാരണം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദീനിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന്. മതത്തിൽ പുതിയ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആർക്കും തന്നെ അധികാരമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിലൂടെ മതം പൂർത്തിയാക്കിയതാണ്. ആ മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? ആവശ്യമില്ലാതെ. ദീനിവിടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അതാണല്ലോ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ദീനിൽ തെളിവുണ്ട് എങ്കിൽ അത് കൊണ്ടുപോവാ. പ്രവാചകന്റെ സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ? അല്ല, അതിനേക്കാളും മുകളിലാണോ? നിങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ അതിനേക്കാളും മുകളിലായിട്ടാണ് കാണുന്നത്. പള്ളികളും റോഡുകളും മദ്രസകളും ഒക്കെ അലങ്കരിച്ചും റോഡുകൾ ബ്ലോക്ക് ചെയ്ത് റാലികൾ നടത്തിയും അതുപോലെ തന്നെ എതിരാളികൾക്കെതിരെ തെറി വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം നടത്തിയും ഒക്കെയാണല്ലോ നിങ്ങൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ആ ആഘോഷത്തിലൂടെ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? അതാണോ പ്രവാചക സ്നേഹം? പ്രവാചകന്റെ പത്നിമാർക്കോ മക്കൾക്കോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെയോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ നിങ്ങൾ ഈ ആഘോഷിക്കുന്ന പ്രവാചക സ്നേഹം അവർക്ക് തിരിഞ്ഞിട്ടില്ല. ഇത്രയും പുണ്യമുള്ള ഒരു കാര്യമായിട്ടും അവർ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥ പ്രവാചക സ്നേഹികൾ സഹാബാക്കളാണ് എങ്കിൽ ആ സഹാബാക്കളുടെ കൂടെയാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ പ്രവാചക സ്നേഹികൾ, സമസ്തക്കാരല്ല. അവർ വ്യാജന്മാരാണ്. അതേ സുഹൃത്തുക്കളെ, പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിലും പ്രവാചക സ്നേഹം പ്രകടമാകണം. പ്രവാചകന്റെ സഹാബാക്കൾ പ്രവാചകൻ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ സ്നേഹിക്കാൻ നാമും ശ്രമിക്കുക. അള്ളാഹു യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.